ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഡേ 6 ഓഫ് 100 ഡേയ്സ് ചാലഞ്ച് പാർട്ട് 1 പാർട്ട് 2 കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. പാർട്ട് 3 നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ബാക്ക് ടു കൊച്ചി. കല്യാണത്തിന് വന്നപ്പം അങ്കിളുടെ മോൻ്റെ കല്യാണത്തിന് വന്നാലും ഇത്രയും വലിയ VIPs വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. വീണ ജോർജ്, ഹെൽത്ത് മിനിസ്റ്റർ ഓഫ് കേരള, അവരെ കണ്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്നപ്പം GV പ്രകാശ്, അത് GV പ്രകാശിലല്ലോ, GS പ്രദീപ്, പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാ. പിന്നെ ആയിരുന്നു വേറെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. ചേട്ടാ ഒരു 1500 അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ ഡിസ്ട്രിക്ട് ജഡ്ജിമാര്, അങ്ങനെയുള്ള അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ള ടീമുകൾ എല്ലാവരും കുറെ പേരുണ്ടായിരുന്നു. മർത്തോമ സഭയിലെ മെയിൻ അച്ഛന്മാര്, അങ്ങനെയുള്ള അച്ഛൻ പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. തിരുമേനി, അത് സാധാരണ കല്യാണത്തിന് തിരുമേനി അച്ഛന്മാർ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് പൊളിറ്റീഷ്യൻസ് കൂടുതൽ പേരും, പത്തനംതിട്ടയിൽ ഒരുമാതിരിയുള്ള VIPs എല്ലാവരും ഉണ്ടായിരുന്നു കല്യാണത്തിന്. 2 അറബിമാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബഹ്റൈനിൽ നിന്നാണ് വന്നത്. കല്യാണ ചെറുക്കൻ ബഹ്റൈനിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സ്പോൺസറാന്ന് തോന്നുന്നു വന്നത്. വന്നപ്പം 2500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്. പിന്നെ നമ്മൾ ഇവിടുത്തെ കല്യാണത്തിന് പോയി. കോഴഞ്ചേരി പള്ളി, മർത്തോമ പള്ളിയിലായിരുന്നു കല്യാണം. അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടാൻ ശ്രമിക്കാം. പിന്നെ അപ്പം എറണാകുളത്ത് നിന്ന് അടിച്ചത് 2500 ആയിരുന്നു. ഇപ്പം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി 1500 നമ്മൾ പെട്രോൾ അടിക്കുന്നു. 292 കിലോമീറ്റർ ഓടി ഇതുവരെ. എറണാകുളത്ത് നിന്ന് നാട്ടിൽ വന്നിട്ട്, എറണാകുളത്ത് നിന്ന് നാട്ടിൽ എല്ലാം കൂടെ ഓടിയിട്ട് അല്ലേ. പക്ഷേ പെട്രോൾ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അടിക്കുന്നത്? ഞങ്ങൾ രാവിലെ എപ്പോഴും തിരിക്കുന്ന 6 മണിക്ക്, പക്ഷേ ഇന്ന് 8:30 അപ്പം ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് വേണം അവർക്ക് പള്ളിയിൽ പോകാൻ. ബിബിൻ്റെ കുടുംബം എല്ലാം സ്പിരിച്വലി ഉള്ള കുടുംബമായതുകൊണ്ട് ഒരു ദിവസം പോലും പള്ളിയിൽ പോകുന്ന മുടക്കത്തില്ല. ഇവിടെ സ്കൂളുണ്ടല്ലോ, ഗവൺമെൻറ് സ്കൂളാ? ഓക്കെ. ആ പൊന്നിനെ ഇവിടെ ചേർക്കാൻ പറ്റുമല്ലോ. അതെന്താ? തണ്ടും തടിയും അടിയിടിയും കൊണ്ട് വളരേണ്ട സ്കൂളാണ് ഇത്. പുല്ലും മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേ ആണ്. അപ്പം ഇത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ. അതായത് ഞാൻ 6ൽ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പിനായിട്ട് നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കളക്ടറുടെ മീറ്റിങ്ങിനൊക്കെ പോയത്. പക്ഷെ ഇത് യാഥാർത്ഥ്യമായത് 2020, അതായത് എനിക്കൊരു 35 വയസ്സായിരുന്നു. അപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമായത്. പക്ഷേ പണിതപ്പോൾ നല്ല വൃത്തിയായിട്ടാണ് പണിത്. ഇറ്റ്സ് അറൗണ്ട്, എനിക്കത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അറൗണ്ട് കിലോമീറ്ററിനെങ്ങാണ്ട് നല്ല 20 കോടിയോ ആ റേഞ്ചിലെങ്ങാണ്ട് വെച്ചിട്ടാണ് ഈ പണിതേക്കുന്നത്. എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് പണിതേക്കുന്ന സാധനമാണ്. അത് നല്ലൊരു റോഡാണ്. കത്തിച്ച് നമുക്ക് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാനും. പാല മൂവാറ്റുപുഴ വരെ ഇതേ സാധനമാണ്. അതിൻ്റെ പുല്ലും മൂവാറ്റുപുഴ ഹൈവേ എന്നാണ് മലയോര ഹൈവേ വരെ അറിയപ്പെടുന്നത്. നല്ല വ്യൂവാ, നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ട് പോലെ ഇരിക്കുന്നത്. നല്ല വ്യൂ, നല്ല ആൾക്കാരും ഇല്ല, പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. വന്നപ്പം ബ്രിവിന് 40-ന് താഴെയായിരുന്നു വന്നത്. പോകുമ്പോൾ 80, 60, 70. എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല, അത്ര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തള്ളിക്കൊണ്ട്. ഇപ്പൊ ഇതില് ആക്സിഡൻസ് കൂടുതലും വരുന്നത് ഈ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിൽ തന്നെ. എന്തുകൊണ്ട്? സ്മൂത്ത് റോഡായിട്ട് നിങ്ങൾ പോകുന്ന പോലെ എല്ലാവരും വിചാരിക്കുമ്പോ എല്ലാം സ്മൂത്ത് ആയിട്ട് എല്ലാവരും മേളിൽ പോകും. നല്ല സീനിക് ആയിട്ടുള്ളത്. സ്കൈ ഭയങ്കര ബ്ലൂ ആയി, ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ ഭയങ്കര നല്ലൊരു ബ്ലൂയിഷ്, നല്ല
എൻ്റെ പൊന്നു ബ്രുവിനെ നീ ഒന്ന് സ്ലോ ആയിട്ട് പോകും. ഇത് എന്ത് നമ്മൾ ട്രിപ്പിന് പോകുന്ന പോലെ തന്നെ ഒരു ഫീൽ വരുന്നുണ്ടല്ലേ. നല്ല കാടും പക്ഷെ നല്ല ഏരിയ, നല്ല റീൽസ് ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ. ഓ ഇതെവിടാ? ഏതുകൊണ്ട് രാത്രി നമുക്ക് ഈ സ്ഥലം ഈ വഴി വരണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഡാർക്കാ ഈ ഏരിയയൊക്കെ. സേഫ് അല്ല രാത്രി ഓടിക്കാനല്ലേ. നമ്മള് രാത്രി വരത്തില്ല, അതേറെ കാര്യം. പക്ഷെ നമ്മൾ അന്ന് വന്നപ്പോ രാത്രി ഇതുവഴി വരണ്ടെന്ന് ഉദ്ദേശിച്ചത് അതാ. അവിടെ വീട് എവിടെ ഇല്ലായിരുന്നു റോഷിയുടെ? കൊടുങ്ങല്ലൂരല്ല, അത് കിടങ്ങനൂർ. നമ്മള് ഫുഡ് കഴിക്കാൻ വന്നു. നമ്മള് കടയിൽ വന്ന് അപ്പം നമ്മുടെ ചേട്ടന്റെ കടയിൽ നിന്ന് കഴിച്ചിട്ടിറങ്ങി. എത്ര രൂപയായിരുന്നു? അങ്ങനെ നമ്മൾ കൊച്ചിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് സമയം 12:15 ഇത്രയും നേരം 4 മണിക്കൂർ എടുത്ത് നമ്മളിങ്ങോട്ട് വരാനല്ലേ. ഫുഡ് അരമണിക്കൂർ കഴിച്ചു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ റിലയൻസ് സ്മാർട്ടിൽ ഒന്ന് നിർത്തിയായിരുന്നു. എല്ലാം എന്തായാലും 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മളിങ്ങനെ എത്തിയില്ലേ. ഇവിടെ മൊത്തം റോഡ് പണിയാ, അല്ല മെട്രോ പണിയായതുകൊണ്ട് റോഡ് ഭയങ്കര കൺജസ്റ്റഡാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് നമുക്കത്രേ ട്രാഫിക് ഇല്ലാതെ പോകുന്നു. പില്ലേഴ്സ് എല്ലാം കെട്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത വർഷം ജൂൺ 2026 ജൂണിൽ ഏകദേശം ഇതിൻ്റെ പണി തീരുമെന്നും ഡിസംബർ 2026 ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് പിങ്ക് ലൈൻ ഓൺ ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നിലവിൽ ഉള്ള റിപ്പോർട്ട് പ്രകാരം ഇങ്ങനെ അവർ പറഞ്ഞേക്കുന്നത്. ഇത് പാലാരിവട്ടത്തു നിന്ന് ഓവർഫ്ലൈ വഴി JLL നിന്ന് ഇൻഫോ പാർക്കിലോട്ട് കണക്ഷൻ വരും എന്നാണ് അവർ പറയുന്നത്. അതെനിക്ക് അത്രയും ക്ലാരിറ്റിയോടെ അറിയത്തില്ല. എന്നാലും അങ്ങനെ വന്നേക്കുന്നത്. വന്നാലേ അറിയത്തുള്ളൂ എങ്ങനെയാ ഒരു റൂട്ട് പ്രോസസ് ആവുന്നതെന്ന്. DLF കുറേ ടവേഴ്സ് ഉണ്ട് അവിടെ, കുറേ ടവേഴ്സ് ഉണ്ട്. അപ്പം കേരളത്തിൽ ഏറ്റവും വലിയ ടൗൺഷിപ്പ് എന്നാണ് പറയുന്നത് DLF. DLF തന്നെ ഇതാ അതിൻ്റെ എൻട്രൻസ്. DLF ന്യൂ ടൗൺ ഹൈറ്റ്സ്. അതായിരുന്നു മെട്രോ പണിയായതുകൊണ്ട് കാണുന്നില്ല. അതായിരുന്നു എൻട്രൻസ്. ഇതാ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീപോർട്ട് എയർപോർട്ട് റോഡ്. അവർക്കറിയാം, പക്ഷെ കൊച്ചിയിലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാ. ഇത് സീപോർട്ട് എയർപോർട്ട് റോഡ്, ഇൻഫോ പാർക്കിൽ നിന്ന് എയർപോർട്ട് പോകുന്ന റോഡ്. കാക്കനാടിലെ മെട്രോ സ്റ്റേഷൻ വരുന്നത് ആര്യാസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഏകദേശം ഈ സ്പോട്ടിലാണ് നമുക്ക് മെട്രോ സ്റ്റേഷൻ വരുന്നതായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. അപ്പം അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് അത് സത്യമാണോ ഇല്ലയോ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിവിൽ സ്റ്റേഷനിലോട്ടാണ്. ഇത് ആക്ച്വലി ഒരു 1 വേയാണ്. സൺഡേ ആയതുകൊണ്ടാണ് ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഏരിയയിൽ കുറേ ഷോപ്സ് ഉണ്ട്. ഈവനിങ് ടൈംസ് നൈറ്റ് ടൈംസിലൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമായത്. ഇവിടെ മാഷ് ഉണ്ട്. മാഷ് എസ്പെഷ്യലി നിങ്ങളൊരു സ്റ്റീക്ക് ലവർ ആണെങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പ് തന്നെ. പിന്നെ സ്റ്റോറി ബോക്സ് ഉണ്ട്. അത് ഗ്രീക്ക് ആർക്കിടെക്റ്റിൽ ഒരു പിൻട്രസ്റ്റി വൈബുള്ള ഷോപ്പ് തന്നെയാണ്. ബോബ ലൈവും ഇപ്പം റീസെൻ്റ്ലി ഓപ്പൺ ആക്കിയതാണ്. ഓൺലി ബോബാസേ ഉള്ളൂ. പക്ഷേ ഫ്ലേവർഡ് പല ടൈപ്പ് ബോബാസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സിവിൽ സ്റ്റേഷൻ. നിങ്ങൾക്ക് നേരെ കാണുന്നത് നമുക്കിപ്പോൾ കാണുന്നത് സിവിൽ സ്റ്റേഷനാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറിന് വരുമ്പോൾ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഈ സ്പേസൊക്കെ വരുമ്പോൾ വണ്ടർല എത്തി എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതൊരു സിവിൽ സ്റ്റേഷൻ ആയിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പം ഇത് ഒരു വിഹറണ്ട് പോകുന്ന വഴി തന്നെ.
അപ്പോൾ ഇത് മെയിൻ ജംഗ്ഷൻ കാക്കനാട്. ഇവിടെ ബസ് സ്റ്റോപ്പ് ഉള്ളത് കാക്കനാട് ബസ് സ്റ്റോപ്പ് ഈ ഒരു സ്പോട്ടിലാണ് വരുന്നത്. പിന്നെ ഇവിടെയും കുറേ ഷോപ്സ് ഉണ്ട്. സീതാദേവി 24 hours ജ്യൂസ് കിട്ടുന്ന ഷോപ്പാണ്, അത് നല്ലൊരു ഷോപ്പാണ്. പിന്നെ ടേസ്റ്റി ലാൻഡ് ബേക്കറി, നല്ല പപ്സൊക്കെ കിട്ടും. പിന്നെ അലകാപുരിയിൽ 24 മണിക്കൂറും കാക്കനാട് ലൈവ് ആവാനും, കാക്കനാടിൽ ഇത്രയും ഫുഡ് സ്പോട്ട് ഉണ്ടെങ്കിലും തിരക്കുള്ള ഫുഡ് സ്പോട്ട് അലകാപുരിയാണ്. അപ്പം കുറേ ലാൻഡ് മാർക്ക് കാക്കനാടുള്ളവർ പറയുന്നത് മോസ്റ്റ്ലി ഈ ഹോട്ടൽ തന്നെയായിരുന്നു. അപ്പം ഞങ്ങളും ആ ഹോട്ടലിൽ ചെന്നിട്ട് 2 ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. സീ യു ടുമോറോ. ബൈ.